പാലക്കാട് ജില്ലയുടെ പല ഭാഗത്തും ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയത്തങ്ങൾ അവറുകൾ വന്ന് പള്ളി ഉദ്ഘാടനം, അതുപോലെ മറ്റു മദ്രസ ഉദ്ഘാടനം, ഇതുപോലെയുള്ള പല പരിപാടികളും നടത്തുകയും അതിലൊക്കെ പങ്കെടുത്ത കാര്യങ്ങൾ ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ആ കുടുംബത്തിന്, കൊടപ്പേക്കൽ തങ്ങന്മാരുടെ ആ കുടുംബത്തിന് അവരോട് നമുക്ക് പ്രത്യേക കടപ്പാടുകൾ നമുക്കുണ്ട്, ഈ ജില്ലക്കാർക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ദോഷങ്ങൾ പുറത്ത് നാളെ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുകയും അവരുടെ ദർജകൾ ഉയർത്തിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, പ്രത്യേകിച്ചും നമ്മുടെ ഈ കൊഴൽമന്നം മഹല്ല് ഞാനുമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു മഹല്ലാണ്. എന്നറിയുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. അങ്ങനെ പല കാരണങ്ങളാലും പല ആവശ്യങ്ങൾക്കുമായി ഞാൻ ജനത്തിൽ മറന്നിക്കോട് ജോലി ചെയ്യുന്ന കാലത്ത് നിരന്തരം നമ്മുടെ കൊഴൽമന്നം സന്ദർശിച്ചിരുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല, ബഹുമാനപ്പെട്ട ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ അവറുകൾ അദ്ദേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു സംഘടനാ പ്രവർത്തനങ്ങൾക്ക്. അതുപോലെ കോളേജിന്റെ സംഭാവന പിരിവിന്, അരി, നെല്ല്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിരന്തരം നമ്മുടെ ഈ പല ആളുകളെയും നമ്മുടെ ഈ മഹല്ലിൽ സന്ദർശിക്കപ്പെടുക. മാത്രമല്ല, എല്ലാ മഹല്ലും പോകുന്ന കൂട്ടത്തിലെ നമ്മുടെ കൊഴൽമന്നത്തോട് അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ബന്ധം നമ്മുടെ ആത്മീയമായ, നമ്മുടെ സംഘടനാപരമായ ദീനിയായ ബന്ധമാണ്. ആ ദീനിയായ ബന്ധങ്ങൾക്ക് കോട്ടം വന്ന കാരണത്താൽ പല ആളുകളോടും നമുക്ക് പിണങ്ങി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, പല ആളുകളെയും നമുക്ക് മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആളുകളോടും നമുക്ക് വെറുപ്പ് സമ്പാദിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബലില്ല വ അബ്ഗദലില്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരാളെ സ്നേഹിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരാളെ വെറുക്കുകയും വേണം. അതുപോലെ തന്നെ വാഴ്ത്താലില്ല വനാലില്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ കൊടുക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ കൊടുക്കാതിരിക്കുകയും വേണം. ഇതൊക്കെ ഉണ്ടായാൽ ഫഖദ് ഇസ്തക്മൽ ഈമാൻ, അവൻ പൂർത്തിയായ മുഅ്മിനാണ്. അതായത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി ഒരാളെ വെറുക്കുക, അള്ളാഹുവിന് വേണ്ടി നമ്മുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ദാനധർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ദാനധർമ്മങ്ങൾ കൊടുക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാവണം. ഇങ്ങനെ വന്നാൽ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ഏതാണ്ട് 90 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉലമാക്കന്മാർ കെട്ടിപ്പടുത്ത് നമ്മളെ ഏൽപ്പിച്ചു പോയിട്ടുള്ള ഒരു സംഘടനയാണ്. 90-ാം വാർഷികം അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ വരുന്ന ഫെബ്രുവരിയിൽ നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പിൻഗാമികളായി നിൽക്കാൻ ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ മുഖേന നമ്മൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവറുകളും പൂക്കോയത്തങ്ങളും ഒക്കെ അതിന്റെ പ്രവർത്തകന്മാരായിരുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ പാണക്കാട് അവറുകൾ സുന്നി വലസംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു മെമ്പറായി ഈ ജില്ലയിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോടു കൂടെ സുന്നി വലസംഘത്തിന്റെ പല യോഗങ്ങളിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ സുന്നി വലസംഘത്തിന്റെയും സമസ്തയുടെയൊക്കെ പ്രവർത്തകന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ നമ്മൾ ബാക്കി സയ്യിദന്മാരില്ല എന്നല്ല, നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെന്ന നിലക്കും നമ്മുടെ നേർവഴിയിലേക്ക് നയിച്ച ആളുകളെന്ന നിലക്കും അവരോടൊക്കെ പ്രത്യേക ബന്ധം പുലർത്താനും അതുപോലെ തന്നെ അവരെ സ്നേഹിക്കാനുമൊക്കെ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടിയ മഹല്ല് ഭാരവാഹികളൊക്കെ പറയാറുള്ളത്, നിങ്ങളെ നമ്മുടെ ഇടയിലെ ഭിന്നിപ്പുണ്ടാക്കി നമ്മുടെ മഹല്ലുകളൊക്കെ വഴിതിരിച്ചുവിടാൻ പണം തന്നും അതുപോലെ തന്നെ പല നുണ പറഞ്ഞും ഒക്കെ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. സുന്നി വലസംഘത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം ഹക്കും ബാത്തിലും തിരിച്ചറിഞ്ഞ് അതിന്റെ ഹക്കിന്റെ കൂടെ ഈ സമുദായത്തെ നിർത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലും കുറച്ച് സഹായം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഏതാണ് നേരെ ഏതാണ് നേരല്ലാത്തത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഈ സമുദായത്തെ നേർവഴി നിലനിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അഭിമാനത്തോടുകൂടെ പറയുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴ്ഘടകങ്ങൾ ഈ ജില്ലയിൽ ഒരു വലിയ ശക്തിയാണ്. സമസ്തയെയോ അതിന്റെ കീഴ്ഘടകങ്ങളെയോ രണ്ടാമതായി കാണാൻ ഈ ഒരു കക്ഷിക്കും സാധ്യമല്ല. മദ്രസകൾ കൂടുതൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ പ്രവർത്തിക്കുന്നതാണ്. സംഘടനാ പ്രവർത്തനങ്ങൾ SOS, SKSSF, സുന്നി ബാലവേദി അടക്കമുള്ള എല്ലാ സംഘടനകളും വളരെ സജീവമായി തന്നെ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടൽ നടത്തിയിട്ട് ജനങ്ങളെ പൊട്ടീസാക്കുകയല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ കീഴടമാണ് ഹക്ക് എന്ന് ശരിക്കും മനസ്സിലാക്കി അതിന്റെ പിന്നിൽ നമ്മുടെ ജില്ല ഉറച്ചു നിന്നിട്ടുണ്ട്. എല്ലാ ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുത ഈ സദസ്സിനെ അറിയിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് നീട്ടിപ്പരത്തി പ്രസംഗിക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹസൻ സക്കാഫി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ജില്ല ഇപ്പോഴും സമസ്തയുടെ ഉരുക്കുകോട്ടയാണ്. ബഹുമാനപ്പെട്ട ഇഖ്യാസ് മുസ്ലിയാർ, അതുപോലെ വല്ലപ്പുഴ അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ തന്നെ ആനക്കര സി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, അതുപോലെയുള്ള നേതാക്കന്മാരൊക്കെയാണ് നമ്മുടെ ജില്ലയിൽ ഈ പ്രസ്ഥാനം വളർത്തിയെടുത്തതും ഇതിന് വളവും അതുപോലെ തന്നെ വെള്ളവും നൽകി അതിനെ വളർത്തിയത് അവരൊക്കെയാണ്. അവരൊക്കെ ഇപ്പോൾ ഈ പുതിയ തലമുറക്കറിയില്ല, അവർ സ്വാഗത പ്രസംഗമൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, അവരൊന്നും അനുസ്മരിക്കാറില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ മുസ്ലിയാരൊക്കെ വളരെയധികം സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ട് യാത്ര ചെയ്ത് സമസ്തയുടെ പരിപാടികൾ ഈ ജില്ലയിൽ നടത്തിയിരുന്നു. പക്ഷേ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ ലേഖനങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, അവരാരും അനുസ്മരിക്കാറില്ല. അങ്ങനെ ഈ ജില്ലയിൽ യഥാർത്ഥത്തിൽ സമസ്തന്റെ പ്രവർത്തനം ഉണ്ടാക്കിയ ഒന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ അദ്ദുപ്പ് മുസ്ലിയാർ, അതുപോലെ ഒന്ന് സി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഇഖ്യാസ് മുസ്ലിയാർ, അവരാണ് ഈ ഭാഗത്തൊക്കെയുള്ള ഈ സമസ്തക്ക് ജീവൻ ഉണ്ടാക്കിയതും സമസ്തയുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. അതിൻ്റെയൊക്കെ കൂടെ ഒരു ഹാജിമായിട്ട് നടക്കാൻ പലപ്പോഴും എനിക്ക് അവസരം കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ കുട്ടികളുടെ സ്വാഗതം പറയുമ്പോഴോ അല്ലെങ്കിൽ ലേഖനം എഴുതുമ്പോഴോ അവരെ ആരും അനുസ്മരിക്കാറില്ല. അവരൊക്കെയാണ് ഈ ജില്ലയിൽ സുന്നത്ത് ജമാഅത്തിന് ബീജാവാപം നൽകിയതും അതിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതും ഒരൊറ്റ രാത്രി ഒരു പ്രസംഗം കൊണ്ട് മദ്രസയൊക്കെ ഉണ്ടാക്കിയ സ്ഥലങ്ങൾ ഈ പരിസരത്തിലുള്ള ആലത്തൂർ താലൂക്കിലെ, അതായത് ഒരു സ്ഥലത്ത് മദ്രസല്ല, അപ്പം തന്നെ ആ മദ്രസക്ക് സ്ഥലം ഒരാൾ കൊടുത്തു, അപ്പം തന്നെ ആ മദ്രസക്ക് കല്ലും മണ്ണും കൊടുത്ത് ഒരേ ഒരു പ്രസംഗം കൊണ്ട് ഇഖ്യാസ് മുസ്ലിയുടെ കാലത്ത് മദ്രസ ഉണ്ടാക്കിയ സ്ഥലങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് അവരെയൊക്കെ പിൻപറ്റി ബഹുമാനപ്പെട്ട ഇഖ്യാസ് മുസ്ലിയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എനിക്ക് അബ്ദുള്ള മുസ്ലിയാർ, ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തെ കൊണ്ട് ഈ ജില്ലയിൽ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇന്നത്തെ പോലെ ഒരു സൗകര്യവുമില്ലാതിരുന്ന കാലത്ത് പാണക്കാട്ട് സയ്യിദ് പൂക്കോയത്തങ്ങൾ വരെ വാടകക്കാരിൽ വന്ന് പോകുന്ന കാലമായിരുന്നു. ഇന്നിപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഓരോ ഉസ്താദ്മാർക്കും ഓരോ കാറുണ്ട്. ഇവിടുത്തെ നോക്കിയാൽ ഉസ്താദ്മാർക്കൊക്കെ മദ്രസാമാരികൾക്ക് ഒരു കാറുണ്ട്. അതേ അവസരത്തിൽ പാണക്കാട് പൂക്കോയത്തങ്ങളവர்கள் കോട്ടപ്പടിയിൽ ഞങ്ങൾ വാടകക്കാരെ പിടിച്ച് ഈ മഞ്ഞപ്പെയിന്റ് ഒന്നും ഉണ്ടായില്ല, മഹാപൊട്ടക്കാരുകളുണ്ടായ. അപ്പം ഡ്രൈവർമാർ ആരും വന്ന് വിളിക്കുകയൊന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ നിൽക്കുകയായിരിക്കും. ആ സമയത്ത് ഞാൻ തങ്ങളുടെ ഡ്രൈവറാണ്, ഇന്നേ തങ്ങളെപ്പോഴും വിളിക്കല് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ പിന്നാലെ കൂടിയിരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രസംഗം നീട്ടുകയല്ല. നമുക്ക് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ അഥവാ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമാ എന്ന 90-ാം വാർഷികം കൊണ്ടാടാൻ പോകുന്ന ആ സംഘടനയുടെ പിന്നിൽ നമ്മുടെ മഹല്ലുകളൊക്കെ അണിനിരക്കണം. നമ്മുടെ മഹല്ലുകളൊക്കെ അതിന്റെ കീഴിൽ അണിനിരത്തിന് വേണ്ടി സുന്നി മഹല്ല് ഫെഡറേഷൻ, അതായത് മഹല്ലുകളുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഫെഡറേഷൻ തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മദ്രസകളിലൊക്കെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് പഠിപ്പിക്കണം. അതുപോലെ തന്നെ സയ്യിദന്മാരുടെയും യഥാർത്ഥ ഉലമാക്കളുടെയും കൂടെ നമ്മൾ നിൽക്കണം. അതല്ലാത്തൊക്കെ നമുക്ക് ദോഷം ചെയ്യുമെന്നും മാത്രമല്ല പലരും ഇപ്പോൾ പല വിഷയത്തിലും പരാജയപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ. പക്ഷേ നാളല്ലെങ്കിൽ പിന്നെ എന്തോ ആവാനോ, ഞാനെന്തസ്തായി ഫസലമായി മാഷിത്ത നാളല്ലെങ്കിൽ എന്തോ കാട്ടിക്കോ റസൂലുള്ള പറഞ്ഞു. ഇങ്ങനെ നാടല്ലാത്ത കൂട്ടിന് പലതും പറഞ്ഞു വരത്തും. അപ്പം അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ചെവിക്കൊള്ളാതെ 1926 രൂപീകരിച്ച് വളരെ വ്യവസ്ഥാപിതമായി ആർക്കും തൊട്ടുകളിക്കാൻ കഴിയാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ ഓരോ കീഴടകളും വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സുന്നി യുവന സംഘം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു കാണും. അത് ഇന്നിപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഒരു സംഘടനയായി ഉയർന്നു മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിന് പുറത്തേക്കും അതിന്റെ പ്രവർത്തനമൊക്കെ നടന്നുകൊടുക്കണം. എന്ന് പറഞ്ഞാൽ സുന്നി യുവന സംഘത്തിന്റെയും സമസ്തന്റെയൊക്കെ പ്രവർത്തനങ്ങൾ എല്ലാ സ്റ്റേറ്റിലും വിദേശത്തുണ്ട്, ഗൾഫിലൊക്കെ നമ്മുടെ സമസ്തയുടെ കീഴടകളുണ്ട്. പക്ഷെ അത് വ്യവസ്ഥാപിതമായ രീതിയിലല്ലാത്തതുകൊണ്ട് അതൊക്കെ ഒരു വ്യവസ്ഥപ്പെടുത്തി ഒരേ സംഘടനയ്ക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ച് അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു ചെറിയ വിഭാഗമല്ല, ഏറ്റവും വലിയ ശക്തിയുള്ള ഇന്ത്യ രാജ്യത്തെ തന്നെ ദീനീ പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് അവർ പറഞ്ഞതുപോലെ അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് വരെ സുപരിചിതമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് അതിന്റെ പിന്നിൽ അണിനിരക്കണം. അത് ഇവിടെ എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അരി കൊടുക്കണമുണ്ടോ, അതല്ലെങ്കിൽ പാഠപുസ്തകം വിതരണം ചെയ്യുന്നുണ്ടോ, ഇതാണ് ഹക്ക്, ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അതാണല്ലോ അഹ്ലുസുന്ന ഒരേ ഒരു നേർവഴി എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 73 വിഭാഗമായി മാറുമെന്നും ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകുമെന്നും പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചു, മാഹിയ യാ റസൂലല്ലാഹ് ഖാല മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബികളും നടന്ന ആ വഴിയിൽ കൂടെ സഞ്ചരിച്ച ആ വഴിയാണ് നേർവഴി. ആ വഴി പ്രചരിപ്പിക്കലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനം, SOSന്റെ പ്രവർത്തനം, SKSFന്റെ പ്രവർത്തനം.
അതുമായൊക്കെ സഹകരിച്ച് നമ്മുടെ മഹല്ലുകളിൽ ഈ ശബ്ദം ഉയർത്താനും നമ്മുടെ മഹല്ലുകളൊക്കെ ഈ സംഘടനയുടെ കീഴിൽ കൊണ്ടുപോകാനും അതിനാവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം, അതിൽ സഹകരിക്കണമെന്ന് മാത്രം വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ തിരുവാക്യത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി SYSന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ പലവർക്കും തൊഴിലുപകരണങ്ങൾ നൽകിയിരുന്നു. അന്ന് ഈ കോലമന്നത്ത് കൊടുക്കാൻ ബാക്കിയുള്ള ഒരു സഹോദരിക്കുള്ള സഫിയ ഡോക്ടർ ഓഫ് സെയ്ദ് മുഹമ്മദ് ബിലാപ്പുള്ളി എന്നുള്ള സഹോദരിക്കുള്ള ഒരു തയ്യൽ മെഷീൻ ഇവിടെ വിതരണം ചെയ്യാണ്. ബന്ധപ്പെട്ട ആളുകൾ വന്ന് ബഹുമാനപ്പെട്ട ഉസ്താദർ വന്ന് അത് കൈപ്പറ്റണം എന്നറിയും. അത് ആ കുട്ടിക്ക് എത്തിച്ചു കൊടുക്കാനാണ് ഉസ്താദ് പറഞ്ഞത്. അതുപോലെ ചെയ്യും. ഇനി നമ്മൾ തുടങ്ങിവെച്ച ക്യാമ്പയിന്റെ സമാപനം ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രമേയം അഹ്ലുസുന്ന ഒരേ ഒരു നേർവഴി എന്നുള്ളതാണ്. അത് ആസ്പദമാക്കി ബഹുമാനപ്പെട്ട ഉസ്താദ് ഹസൻ തഖാഫി പൂക്കോട്ടൂർ അവർകൾ നമ്മളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم.
അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മഹത്വമുള്ള ഒരു ലക്ഷ്യത്തോടെ ഈ മുബാറക്കായ സമയം, ഈ നല്ല സദസ്സിൽ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയത് അല്ലാഹുവേ, നാളെ പരലോകത്ത് ഉപകരിക്കുന്ന വിധം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. റഹ്മാനെ, ദുആ ചെയ്യണം എന്ന് പലരും ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്. അവരുടെയും ഞങ്ങളുടെയും നല്ല മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ ശൈഖുന CKM സ്വാദിഖ് ഉസ്താദ് അവറുകളെ, ബഹുമാന്യരായ ഈ മഹത്തായ സദസ്സിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സയ്യിദ് ഇമ്പിച്ചി കോയത്തങ്ങൾ അവറുകളെ, മറ്റു പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുന്നി യുവജന സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെയേറെ മഹത്വമുള്ള സുന്നത്ത് ജമാഅത്ത് എന്ന പരിശുദ്ധമായ ആശയ പ്രചരണത്തിന് ഈ കാലഘട്ടത്തിൽ ഏറെ കരുത്തു പകരുന്ന വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആദർശ പ്രചരണ രംഗത്ത് നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മെ ഉണർത്തിയത്. ഒരു വേള ഈ സദസ്സിലുള്ള നമ്മെ എല്ലാവരെയും അദബ് പഠിപ്പിക്കുക കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിന് ഇടയിൽ മറന്നുപോകുന്ന, വിട്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ മുൻഗാമികളാകുന്ന മഹാരഥന്മാരെ മറന്നുപോകലാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുൻഗാമികളെ മറന്നുപോയാൽ ആദർശപരമായി അവിടെ വീഴ്ച സംഭവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അത് ഒരിക്കലും വരാൻ പാടില്ല എന്ന് നമ്മെ ഉപദേശിക്കാൻ അർഹതയുള്ള ഉസ്താദ് അവർകൾ ഇവിടെ ഉപദേശിച്ചു തന്നത് വലിയ ഒരു പാഠമായി എല്ലാ ഘട്ടത്തിലും നാം അത് ഉൾക്കൊള്ളണം. ഓരോ വെള്ളിയാഴ്ചയും ഓരോ മഹല്ലത്തിലെയും ജനങ്ങൾ ഒരുമിച്ചുകൂടി പള്ളിയിൽ വെച്ച് ജുമുഅ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നിസ്കാരത്തിന്റെ മുമ്പ് നിർവഹിക്കപ്പെടുന്ന ഖുതുബയുടെ ദുആഇന്റെ അവസാന ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട ദുആഅ്, വിശുദ്ധ ഖുർആനിലുള്ള ഒരു ദുആഅ് എടുത്തുദ്ധരിക്കാറുണ്ട്. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഈമാന് കൊണ്ട് മുൻകടക്കപ്പെട്ട ആളുകളെയാണ് ഓരോ വെള്ളിയാഴ്ചയിലെ ദുആഇലും നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻഗാമികളുടെ പരിശുദ്ധമായ ഒരു മാർഗമല്ലാത്ത ഒരു പുതിയ മാർഗം ആരു തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അബദ്ധമാണ്, അത് പിഴച്ചതാണ് എന്നത് തർക്കമില്ലാതെ പറയാൻ കഴിയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഒരു സംഘടിതമായ സംവിധാനം കേരളീയ സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിലും ആദർശപരമായിട്ട് ഒരു പുതിയത് വരക്കൽ തങ്ങൾ പറഞ്ഞു തന്നില്ല. ഒരു പുതിയ ആദർശത്തെ വരക്കൽ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നില്ല. ഖാഇദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞു തന്നില്ല. ഇവിടെ നേരത്തെ അനുസ്മരിച്ച മഹാനാകുന്ന പൂക്കോയത്തങ്ങൾ പറഞ്ഞു തന്നില്ല.
റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു തന്നില്ല, മഹാനാകുന്ന ശൈഖുന ശംസുൽ ഉലമാഇ തങ്ങൾ പറഞ്ഞില്ല, ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ പറഞ്ഞു തന്നില്ല. സ്വാലിഹീങ്ങളായി കടന്നുപോയ ഒരാൾ പോലും പുതിയ ഒരു ആശയത്തെ, ആദർശത്തെ പറഞ്ഞു തന്നില്ല. എല്ലാവർക്കും പറഞ്ഞു തരാനുള്ളത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ആശയം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലാതെ മഹാനാകുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, സ്വഹാബത്ത് ഒരാളും പറഞ്ഞില്ല, താബിഈകൾ പറഞ്ഞില്ല, അത്ബാഉകൾ പറഞ്ഞില്ല. ഖുതുബുൽ അഖ്താബ് തങ്ങളടക്കമുള്ള, ശൈഖ് റിഫാഡി തങ്ങളടക്കമുള്ള, ഇന്ത്യ രാജ്യത്തിന്റെ മഹാരാജാവ് സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഖ്ദൂമ പണ്ഡിതന്മാർ, ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ, ഏതു മഹാന്മാരെ പരിശോധിച്ചാലും അവർക്കൊക്കെ പറയാനുള്ളത് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ആശയത്തെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ്. അതാണ് SYSന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഈ ഒരു ആദർശ ക്യാമ്പയിൻ, അഹ്ലുസുന്ന എന്ന ഈ പരിശുദ്ധമായ നേർവഴിയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആശയത്തെ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കർമ്മം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം അഭിപ്രായമല്ല. 5 നേരം നിസ്കരിക്കുന്നത്, വെള്ളിയാഴ്ച നാം ഉച്ച സമയത്ത് നിസ്കരിക്കുന്ന ജുമുഅ, അത് 4 റക്അത്തിൽ നിന്ന് 2 മാറ്റിയത്. ആ 2 റക്അത്തിന് പകരം നിസ്കാരം ഏതു ഭാഷയിലാണോ അതേ ഭാഷയിൽ തന്നെ 2 ഖുതുബ നിർവഹിക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ ഒന്നും സ്വഹാബത്തിന്റെ അഭിപ്രായമല്ല, നബിത്തങ്ങളുടെയും അഭിപ്രായമല്ല. നബിത്തങ്ങൾ പറഞ്ഞത് ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശത്തിന്റെ അഴക് അതാണ്. ലോകത്ത് ഏതൊക്കെ സംഘടനകൾ, ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ പരമ്പരയെ പരിശോധിക്കുമ്പോൾ ആദർശപരമായിട്ട് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല. അതുകൊണ്ടാണ് അവർക്കൊക്കെ പിഴവ് സംഭവിക്കുന്നതും. ഇവിടെയാണ് മാറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്ത, ആദർശത്തിൽ ഒരു വീഴ്ച പോലും സംഭവിക്കാൻ പാടില്ലാത്ത ഈ സുന്ദരമായ മേഖലയെ കേരളീയ ഉമ്മത്തിന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാൻ, കൂടെ നടന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യം 9 പതിറ്റാണ്ട്, അത് കേരളത്തിന്റെ മഹത്വമാണത്. ആ സാന്നിധ്യം ഓരോ സമയത്തും തിരുത്തേണ്ടത് തിരുത്തി തരും, പറയേണ്ടത് പറഞ്ഞു തരും, കാണിക്കേണ്ടത് കാണിച്ചു തരും, ശീലിപ്പിക്കേണ്ടത് ശീലിപ്പിച്ചു തരും. ഇന്ന് നിങ്ങൾ ഈ സദസ്സിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് തിരുത്തി തന്ന ഒരു ഭാഗം ഓർമ്മയിൽ വരുന്നില്ലേ? ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിലൊക്കെ സ്വാഭാവികമാണ്, ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം സദാ അവർ ശ്രദ്ധിക്കുന്നത് ബിസിനസ്സായിരിക്കും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സദാ ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയത്തെയായിരിക്കും. കർഷകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ സദാ കൃഷിയെക്കുറിച്ചായിരിക്കും. അതേസമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ സദാ ഉണ്ടാവേണ്ടത് എന്താ? സമസ്തയുടെ മഹാനാകുന്ന ഉപാധ്യക്ഷൻ, നാം ഇന്ന് ഇവിടെ അനുസ്മരിച്ച സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഉമർ അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഇവർ 2 പേരുടെയും സഹോദരനും ഇന്ന് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ പരലക്ഷം മുസ്ലിമീങ്ങൾ, അവർ കർഷകരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും ആരാണെങ്കിലും അവരെ കൽബിലേക്ക് അസ്ഹാബുൽ ബദർ എന്ന ഒരു സന്ദേശം നൽകിയില്ലേ? ബദരീങ്ങൾ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സദാ അവരെ കൽബിലേക്ക് കടന്നു വരേണ്ട മുസ്ലിം ഉമ്മത്തിന്റെ ആദരണീയ നേതൃത്വം, അതാണല്ലോ അസ്ഹാബുൽ ബദർ. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ശീലങ്ങൾ അതാതു സമയത്ത് നമുക്ക് തരാൻ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ കേരളത്തിൽ എവിടെ ഒരു സദസ്സ് കിട്ടിയാലും ആ സദസ്സിൽ ചെന്നുകൊണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഇത് പറയുമ്പോൾ സ്വലാത്ത് കേൾക്കുന്ന ഒരു സാഹചര്യം ഇതാരുണ്ടാക്കിയതാണ്?
ഇത് മസ്ജിദുൽ ഹറാമിൽ വരെ ഒരുപക്ഷെ കണ്ടുകൊള്ളണമെന്നില്ല, മദീനത്തെ മസ്ജിദുൽ നബവിയിൽ തന്നെ കണ്ടുകൊള്ളണമെന്നില്ല, മസ്ജിദുൽ അഖ്സയിൽ കാണണം എന്നില്ല. ലോകത്തെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളാണ് മസ്ജിദുൽ ഹറാമിനും മസ്ജിദുൽ നബവിക്കും മസ്ജിദുൽ അഖ്സക്കും. അവിടെ പോലും കാണാത്ത ഒരു ആത്മീയ രീതി മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോഴേക്ക് സ്വലാത്ത് ചെല്ലുന്ന ഒരു വികാരത്തിലേക്ക് കേരളീയ ഉമ്മത്തിനെ എത്തിച്ചത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരാണ്, മശായിഖുമാരാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പറഞ്ഞു വരുന്നത് നേരിന്റെ നേർവഴി, ആ വഴി അഹ്ലുസുന്നയുടെ ആദർശ പാതയാണെങ്കിൽ അത് എങ്ങനെയാണ്, അത് എവിടെയാണ്, ആരാണ് എന്നത് പുതിയ കാലം തിരിച്ചറിയണം. ഇന്ന് ഇവിടെ കൂടിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നന്മയെ സ്വീകരിക്കാനും നന്മയെ പഠിക്കാനുമൊക്കെ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അനുജന്മാർക്ക്, നമ്മുടെ പിന്നിൽ വരുന്നവർക്ക് ഇതേ സ്വഭാവം കിട്ടേണ്ടതുണ്ട്. നാം ആരും നമ്മുടെ കുട്ടിക്കാലത്ത് പഠിക്കാത്ത ഒരുപാട് ടെക്നോളജി നമ്മുടെ മക്കളിലേക്ക് വന്നു കഴിഞ്ഞു. 3 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുത്താൽ ആ മൊബൈൽ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം ആ കുട്ടിക്കറിയാം. ആ കുട്ടി അത് പഠിച്ചു കഴിഞ്ഞു, എല്ലാം ആ കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞു. പുതിയ ലോകത്ത് നമ്മുടെ കുട്ടികൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന, നാട്ടുനടപ്പ് പോലെ ശീലിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ വിമാനത്തിൽ കയറിക്കഴിഞ്ഞാൽ ഹജ്ജിന് പോകാൻ വേണ്ടി പ്രായമുള്ള ഒരുപാട് ആളുകൾ ഒരുങ്ങിയ സമയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും മഖ്ബൂലായ ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ ആ വിമാനത്തിൽ കയറി കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം എങ്ങനെ കഴിക്കണം, എങ്ങനെയാണ് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിക്കേണ്ടത്, സാധാരണക്കാർക്ക് അറിയൂല. എന്നാൽ നമ്മുടെ മക്കളെ മുമ്പിലേക്ക് എന്ത് കൊണ്ടുവന്ന് കൊടുത്താലും കാണുമ്പോൾ തന്നെ ഈ ബോക്സ് എങ്ങനെ പൊട്ടിക്കണം, ഈ റിമോട്ട് എങ്ങനെ ചലിപ്പിക്കണം, ഈ മൊബൈൽ എങ്ങനെ വർക്ക് ചെയ്യണം, ഈ വാഹനം എങ്ങനെ ഓടിക്കണം, ഈ വസ്ത്രം എങ്ങനെ ധരിക്കണം, എല്ലാം അറിയാം. ചിലപ്പോഴൊക്കെ ചില പ്രധാനികളാകുന്ന ചില സമ്പന്നന്മാരുടെയൊക്കെ വല്ല വിവാഹ സൽക്കാര ചടങ്ങിലൊക്കെ സംബന്ധിക്കേണ്ടി വന്നാൽ അവർ കുടിക്കാൻ കൊണ്ടുവരുന്ന പാനീയം ഇത് എങ്ങനെ കുടിക്കണം എന്ന് പോലും ചിലപ്പോൾ തിരിയൂല. നമ്മളവിടെയാണ്. നമ്മുടെ മക്കളാണെങ്കിലോ കുറെ പുരോഗതിയിലേക്ക് എത്തിപ്പോയി. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആദർശ രേഖയുണ്ട്, ഒരു ആത്മീയ പാതയുണ്ട്, പരിശുദ്ധമായ ഒരു വഴിയുണ്ട്. സ്വർഗലോകത്തേക്ക് കടന്നു ചെല്ലാൻ ആവശ്യമായ അതിസുന്ദരമായ ഒരു മാർഗം. ആ മാർഗം നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, കേരളക്കരയിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും നല്ല ഒരു അന്തരീക്ഷം, മഹല്ലു സംവിധാനങ്ങൾ ഒരു ഭാഗത്ത്, 13 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്ന പരിശുദ്ധ മദ്രസ സംവിധാനം ഒരു ഭാഗത്ത്, ഈ മദ്രസയിലെ കുട്ടികൾക്ക് മതപഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന ഒരു സംവിധാനം ഒരു ഭാഗത്ത്. അങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ദീനിന്റെ വ്യവസ്ഥാപിതമായ സംഘടിതമായ ഒരു രീതി കേരളക്കരയിൽ ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഏതു പ്രായത്തിൽപ്പെട്ടവരാണെങ്കിലും ഏതു തരത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്കൊക്കെ പ്രവർത്തിക്കാനും അവർക്കൊക്കെ ദീനീ പ്രബോധനത്തിന് കരുത്തു പകരാനുമുള്ള ഒരു വലിയ സൗകര്യം അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സംവിധാനത്തിന് ഒപ്പം നിൽക്കാൻ നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങളെ പാകപ്പെടുത്തുകയാണ് ഇന്ന് ഇവിടെ കൂടിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം ഒരു ബാധ്യതയായി ഏറ്റെടുക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ നന്മയെ നാം നമുക്ക് മാത്രമായി ഒതുക്കി തീർക്കാൻ പാടില്ല. ഇതൊരു സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം. ശംസുൽ ഉലമായി തങ്ങൾക്ക് ലഭിച്ചത് അവർ സ്വന്തം ഒരു അടച്ചിട്ട റൂമിൽ കൂടിയിട്ട് അത് അനുഭവിക്കുന്നതിന് പകരം അത് എല്ലാവർക്കും വിതരണം ചെയ്യുകയായിരുന്നു. നമ്മുടെ ആലിമീങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്തു, നമ്മുടെ ഉമറാക്കളൊക്കെ അങ്ങനെ ചെയ്തു. അതിന്റെ സുഗന്ധമാണ് ഇന്ന് നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നതുപോലെ നമുക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയണം. ഞാൻ പാലക്കാട് ജില്ലയായതുകൊണ്ട് തന്നെ കരുതിക്കൂട്ടി മനസ്സറിഞ്ഞ് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. ഇവിടുത്തെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല സമ്മേളനങ്ങളിലും പല ക്യാമ്പുകളിലും ഇതുപോലത്തെ മജ്ലിസിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു നേതൃത്വം, അത് പാലക്കാടിന്റെ മഹത്വമാണ്.
ഞാൻ നിങ്ങളെ മുമ്പിൽ നിങ്ങളോടാകുമ്പോൾ നിങ്ങളെ പുകഴ്ത്തി പറയണമല്ലോ എന്ന നിലക്ക് പറയുകയല്ല. കേരളത്തിലെ ഓരോ ജില്ലകൾ എടുത്തു പരിശോധിച്ചാലും ദീനീ പ്രവർത്തന രംഗത്ത് ഒരു അടുക്കും ചിട്ടയും കൃത്യതയുള്ള ഒരു നല്ല ദീനീ പ്രവർത്തനം അത് പാലക്കാട് ജില്ലയുടെ പ്രത്യേകതയാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നിൽ നിൽക്കുന്ന പ്രദേശമായിട്ട് പോലും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന സമ്പന്നരുള്ള ജില്ലയേക്കാൾ എത്രയോ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ്. മഹല്ലത്തിലെ സാധാരണക്കാരാകുന്ന ജനങ്ങളെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സദാ സന്നദ്ധരായി വെറും അലങ്കാരത്തിന് വേണ്ടി നേതൃപദവി സ്വീകരിക്കുന്നവരല്ല, ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വം അത് പാലക്കാട് ജില്ലയുടെ മഹത്വമാണ്. അള്ളാഹു ഇത് നിലനിർത്തി തരുമാറാവട്ടെ. ഈ നേതൃത്വത്തിന് ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്, ഓരോ മഹല്ലത്തിലും ധാരാളം ജനങ്ങളുണ്ട്, അതിൽ ദീനി ബോധമില്ലാത്തവർ നിരവധിയുണ്ട്. നിങ്ങൾക്കറിയാം, ദീനിനെക്കുറിച്ച് വിവരമില്ലാത്തവരുണ്ട്, സാമ്പത്തിക സൗകര്യമില്ലാത്തവരുണ്ട്. ഒരു നിസ്കാരക്കുപ്പായം കിട്ടിയാൽ നിസ്കരിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരു പള്ളി ഉണ്ടായാൽ നമുക്ക് നിസ്കരിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആവശ്യമുള്ള വഴികളെ അതിന്റെ സ്വഭാവമനുസരിച്ച് അതോടുകൂടി പറഞ്ഞുകൊടുത്താൽ നന്മക്കൊപ്പം നിൽക്കാൻ കഴിയുന്നവരാണ് ഈ ജില്ലയിലെ എല്ലാ പ്രദേശത്തുമുള്ള ആളുകൾ. പക്ഷേ മഹല്ലു സംവിധാനങ്ങളിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഈ ഒരു ചിന്തയോടെ പ്രവർത്തിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിലുള്ള കുറവുകൾ മാത്രമാണ് ഇവിടെ നിഴലിച്ചു കാണുന്നത്. സുന്നി യുവജന സംഘം ജില്ലാ കമ്മിറ്റി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹല്ലു ഫെഡറേഷന്റെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ SKSSFന്റെ എല്ലാ ഘടകങ്ങളുടെയും സഹകരണത്തോടുകൂടി ഈ ദീനി ദഅവത്ത് മഹല്ലു തലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റമദാൻ മാസത്തിൽ ഇൻഷാ അല്ലാഹ് കാമ്പയിന്റെ ഭാഗമായി ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. മഹല്ലത്തിലെ ജനങ്ങൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടണം. അവർക്ക് നിങ്ങൾ എന്താണോ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അത് മുഴുവനും ബോധ്യപ്പെടുത്തി കൊടുക്കണം. മഹല്ലത്തിലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഉസ്താദുമാരെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാമിനെ ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന് കാണുന്നതൊക്കെ ഇസ്ലാമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കാലം, ശിർക്കിന്റെ കൂടാരത്തിലേക്ക് പോകാൻ മടിയില്ലാത്ത കാലം, രോഗശമനത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് ശിർക്കും ചെയ്യാൻ മടിയില്ലാത്ത ലോകമാണ്. ഒരു ഭാഗത്ത് അങ്ങനെ ശിർക്കിന്റെ കൂടാരങ്ങളാണെങ്കിൽ ഇപ്പുറത്താണെങ്കിൽ ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ടു തന്നെ വ്യാജന്മാരാകുന്ന ആളുകൾ ഒരു ഭാഗത്ത് വലസിക്കൊണ്ടിരിക്കുക. അവർക്ക് പറയാനുള്ളതോ വലിയ വലിയ ആത്മീയ സിദ്ധികൾ അവർ പറഞ്ഞു എന്ന് വരാം. പൈശാചികതയിലൂടെ ചില സിദ്ധികളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളാണ് ഔലിയാക്കൾ, ഞങ്ങളാണ് മഹാന്മാർ എന്നുള്ള തരത്തിലേക്ക് സാമ്പത്തിക മോഹത്തോടെ കടന്നു വരുന്ന വ്യാജന്മാർ ഒരു ഭാഗത്തുണ്ട്. എന്നാൽ പാടെ ഔലിയാക്കളെ ആക്ഷേപിച്ചുകൊണ്ട് ബിദ്അത്ത് എന്ന് പറയുന്ന ഒരു സംഘം അത് മറ്റൊരു ഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും അപകടമാണ്. ഇത് രണ്ടും വലിയ അപകടമാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ആത്മീയതയുടെ മുഖം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന കപടന്മാരാകുന്ന വ്യാജസിദ്ധന്മാർ. അവർക്ക് താടിയുണ്ടാവാം, കയ്യിൽ ധാരാളം മോതിരം ധരിച്ചിട്ടുണ്ടാവാം, തസ്ബീഹ് മാലയുണ്ടാവാം, ദിക്റും സ്വലാത്തും കാണാം. പക്ഷെ അതിലൂടെയൊക്കെ അവർ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദീനിന് എതിരാണ്. അവർക്ക് ഹറാമ് ചെയ്യാൻ മടിയില്ല. അന്യ സ്ത്രീ പുരുഷന്മാരെ പരസ്പരം തൊടുന്നത് കുഴപ്പമില്ല. 5 നേരം നിസ്കരിക്കാതിരിക്കുന്നതിന് അവർക്ക് പ്രശ്നമില്ല. ഹറാം അവർക്ക് ചെയ്യാം, മദ്യപിക്കാം, ലഹരി ഉപയോഗിക്കാം. ഈ തരത്തിലാണ് ചില ആളുകളൊക്കെ ഔലിയാക്കളാണ് എന്ന് പറഞ്ഞു വരുന്നത്. മഅദല്ലാഹ്, മുസൽമാന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്നാൽ ഇതൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഔലിയാക്കൾ എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്ന തരത്തിൽ മശായിഹുമാരെ, ആരിഫീങ്ങളെ, സ്വാലിഹീങ്ങളെ എല്ലാവരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് വേറെ ചില ആളുകൾ, ഇത് രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശരീഅത്തിനെ സമ്പൂർണമായി അംഗീകരിക്കണം. ഒരിക്കലും ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ ദീൻ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്.
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് സ്വീകരിച്ചതും അതുതന്നെയാണ്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിവിധ പ്രദേശത്തേക്ക് ദീനീ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാനും ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനും ആളുകളെ നിയോഗിക്കുകയാണ്. അന്ന് ഈജിപ്ത് എന്ന് പറയുന്ന മിസ്റിന്റെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുന അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയാണ് പറഞ്ഞയക്കുന്നത്. അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു വളരെ വലിയ പണ്ഡിതൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് നേതൃത്വം നൽകാനുള്ള എല്ലാ യോഗ്യതയുള്ള മഹാനാകുന്ന പണ്ഡിതനാണ്, സ്വഹാബി പ്രമുഖനാകുന്ന അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഭരണരംഗത്താണെങ്കിലോ നല്ല കഴിവുള്ള മഹാൻ. ഏതൊരാൾക്ക് മുമ്പിലും അള്ളാഹുവിന്റെ ദീന് നടപ്പിലാക്കാൻ, നീതിപൂർവം ഭരണം നടത്താൻ, പ്രജകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഏതു വലിയവരെയും ചെറിയവരെയും ഒരുപോലെ പരിഗണിച്ച് ഒരു ഖലീഫയിൽ നിന്ന്, ഒരു ഗവർണറിൽ നിന്ന്, ഒരു ഭരണാധികാരിയിൽ നിന്ന് ലഭിക്കേണ്ടത് മുഴുവനും ലഭിക്കാൻ അംറു ബിൻ ആസ് റളിയല്ലാഹുവിന് യോഗ്യത ഉണ്ടായിരുന്നു. മഹാനവർകൾ മിസ്രിലേക്ക്, കാർഷിക പ്രദേശമാണ് മിസ്ർ. ഇന്നും തന്നെ നമുക്ക് കാണാം, സൗദി അറേബ്യ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പച്ചക്കറി മാർക്കറ്റിലേക്കൊക്കെ സാധാരണ പച്ചക്കറി വന്നുകൊണ്ടിരിക്കുന്നത് അധികവും മിസ്റിൽ നിന്നായിരിക്കും. ഇപ്പോഴും അവിടെ കാർഷിക ഭൂമിയാണ് എല്ലാ കാലത്തും. ആ കാർഷിക പ്രദേശത്ത് പോയിട്ട് ഗവർണറാകുന്ന അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ദീനീ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനിടയിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട അംറു ബിൻ ആസ് റളിയല്ലാഹുവിന്റെ ശ്രദ്ധയിലേക്ക് വന്നു. എന്താണ് വിഷയം? നൈൽ നദി കൊല്ലത്തിൽ ഒരു ദിവസം ഒഴുകാറില്ല. വർഷത്തിൽ ഒരു ദിവസം നൈൽ നദിയുടെ ഒഴുക്ക് നിന്നുപോകും. ആ പൈശാചികതയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ചില ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം മിസ്രിലെ ജനങ്ങൾ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നൈൽ നദി ഒഴുക്ക് നിലക്കുന്ന ആ ശനിയാഴ്ച ദിവസം ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് വലിയ ഒരു ഉത്സവം നടത്തും. ആ ഉത്സവത്തിനിടയിൽ നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ പിടിച്ചിട്ട് വസ്ത്രമൊക്കെ അഴിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. അങ്ങനെ ആ പെൺകുട്ടിയെ ബലി കൊടുക്കുന്നതോടുകൂടി നൈൽ നദി, ആ വലിയ പുഴ ഒഴുകാൻ തുടങ്ങും. ഇതാണ് അവിടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബലിയർപ്പണം പാടില്ല, ജീവനുള്ള മനുഷ്യനെ കൊലപ്പെടുത്താൻ പാടില്ല എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ കൃത്യമായ നിലപാട് മഹാനാകുന്ന ഗവർണർ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു അവിടെ സ്ഥാപിക്കുകയാണ്, നിലനിർത്തുകയാണ്. പക്ഷേ മിസ്രിലെ ജനങ്ങൾ പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ സമ്മതിക്കാൻ തയ്യാറാണ്, ഒരു ജീവൻ ബലി കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷേ നൈൽ നദി ഒഴുകാതെ പോയാൽ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷം ഓർക്കുമ്പോൾ ഞങ്ങൾ ചെയ്തു പോവുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം എല്ലാവരും മനസ്സിലാക്കേണ്ടതും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതും, പരിഹാരം ഇല്ലാത്ത ഒരു വിഷയം ഇസ്ലാമിലില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണ മതമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. അതിന് സമാപനം കുറിച്ചുകൊണ്ട് ഖാത്തിമുൽ അംബിയാ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്നത് ഫർദുൽ കാമിലാണ്, സമ്പൂർണനായ വ്യക്തിത്വമാണ്. അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തെ കൊണ്ടുവന്ന് ദീനിന്റെ ഈ സമ്പൂർണത, അൽ യൗമ അക്മൽതു ലക്കും, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതാ പൂർത്തീകരിച്ചു തരുന്നു, ദീനക്കും, നിങ്ങളെ സമ്പൂർണമായ ഈ ദീന് എന്ന പ്രഖ്യാപനത്തോടുകൂടി ഒരു കാര്യം ഉറപ്പാണ്, ദീനിൽ ഇനി പരിഹരിക്കപ്പെടാത്ത
പരിശുദ്ധ ദീനിൽ പരിഹാരം ഇല്ലാത്ത ഒന്നില്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്നൊരു മുമ്പാകത്തേക്ക് ഇരിക്കും. കുറച്ച് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. എല്ലാവരും മുമ്പിലേക്ക് പോരി. ഉസ്താദുമാർ പോകുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. നാമൊക്കെ അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിനെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ഒന്ന് തുറന്ന് എല്ലാവരും ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നാം മുസ്ലിമായത് തന്നെ നാളെ പരലോകത്ത് രക്ഷപ്പെടാനാ, വേറെ ഒന്നിനുമല്ല. ആഖിറത്തിൽ രക്ഷ കിട്ടണമെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, മുസ്ലിം ആവുക തന്നെ വേണം. വഅന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയും. ആ പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ ഇസ്ലാമിൽ പാടില്ലാത്തതിനെ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവുക തന്നെ വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നത് രോഗശമനത്തിന് വേണ്ടി പലതും ചെയ്തു നോക്കി സുഖമാകുന്നില്ല എന്ന് കണ്ടിട്ട് പിന്നെ മറ്റുള്ള വഴി തേടി പോകുന്നവരുണ്ട്. അതോടുകൂടി രോഗശമനം മാത്രമല്ല, നരകം കൂടി കിട്ടാൻ പോവുകയാ. ഒരു കാലത്ത് പോലും സ്വർഗം കാണാൻ കഴിയില്ല. അങ്ങനത്തെ ജഹന്നമിലേക്ക് പോകുന്ന ശിർക്കിലേക്ക്, കുഫറിലേക്ക് ഇന്ന് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ മുമ്പിൽ ഇസ്ലാമിനെ അല്ലാതെ വേറെ ഒരു മതവും അള്ളാഹ് സ്വീകരിക്കൂല. ദുനിയാവിൽ ജീവിക്കുന്ന കാലം എല്ലാ മതക്കാരുമായി നല്ല സഹകരണം വേണം, മാനസിക പരിഗണന വേണം. ഒരിക്കലും തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നിന്റെ അയൽ വീട്ടുകാരൻ ഏതു മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവന് വല്ല പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിക്കാൻ നീ സഹായം ചെയ്തു കൊടുക്കണം എന്നതൊക്കെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു നിലപാടാണ്. പക്ഷേ ആഖിറത്തിൽ രക്ഷപ്പെടണോ, മരണശേഷം രക്ഷപ്പെടണോ, യഥാർത്ഥ മുസ്ലിം ഏതെങ്കിലും മുസ്ലിമായിട്ട് കാര്യമില്ല, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മതമാകുന്ന ഇസ്ലാമിനെ സമ്പൂർണമായി അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന ഒരവസ്ഥ നമുക്ക് വേണം. ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ പലർക്കും അബദ്ധങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ്. സ്വഹാബത്തിൽ പ്രധാനിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ വലിയ ഒരു പുഴ, നൈൽ നദി എന്ന മിസ്റിലെ ചരിത്ര പ്രാധാന്യമുള്ള ആ പുഴ, ശബ്ദം കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ബഹുമാനപ്പെട്ട അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ ദീന് നേരിട്ട് പഠിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ച ദീന് ഉൾക്കൊള്ളുന്ന അംറു ബിൽ ആസ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി നൈൽ നദി എന്ന ഒരു പുഴ ഒഴുകാതിരുന്നാൽ, ആ ഒഴുക്കങ്ങ് നിലച്ചുപോയാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ബേജാറാകേണ്ടതില്ല. പരിഹാരം ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിൽ പരിഹാരമില്ലാത്ത ഒന്നുപോലുമില്ല, എല്ലാറ്റിനും പരിഹാരമുണ്ട്. ആ പരിഹാരം ഉള്ളത് കൊണ്ട് തന്നെ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെയ്യാൻ പറ്റില്ല. ഒരു ജീവനുള്ള മനുഷ്യനെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട്, ജീവനുള്ള ഒരു മനുഷ്യനെ ബലി കൊടുത്തുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്, ഇസ്ലാമിൽ സമ്മതിക്കാൻ പറ്റാത്തത് ഒരിക്കലും ചെയ്യരുത്. നിർബന്ധപൂർവം അങ്ങനെ പറയുമ്പോൾ എന്നാ പിന്നെ പരിഹാരം എന്താണ്? ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ ഒഴുകാതെ പോയാൽ ആ നാട് നശിക്കും. അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വെറുതെ അല്ല തമിഴ്നാടും കേരളവും എപ്പോഴും മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. ജലനിരപ്പ് കൂടിയാൽ കുറഞ്ഞാൽ രണ്ടു കൂട്ടർക്കും ഒരു പ്രദേശത്തിന്റെ നാശനഷ്ടമാണ് അവരൊക്കെ വളരെ ഭീതിയോടെ കാണുന്നത്. ഡാമിന്റെ പരിസരത്തൊക്കെ താമസിക്കുന്ന ആളുകൾ ജില്ലകൾ തന്നെ നശിച്ചു പോകുന്ന തരത്തിലാണ് ഡാം പൊട്ടിയാൽ എന്ന് ചിന്തിക്കുന്നത് വെറുതെയല്ല.
ജലപ്രളയം എന്ന് പറഞ്ഞാൽ എല്ലാം നശിപ്പിക്കുന്നതാണ്. ഇതിന് പരിഹാരം എന്താണ്? ആധുനിക ലോകത്തിനു മുമ്പിൽ പരിഹാരങ്ങൾ വളരെ പ്രയാസമായിരിക്കാം. നമ്മുടെ നാട്ടിൽ ഒരു പ്രളയം വന്നാൽ 540 ആളുകൾ ഒന്നിച്ചു ചേർന്നിട്ട് പാർലമെന്റിൽ യോഗം ചേർന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? പെയ്തുകൊണ്ടിരിക്കുന്ന മഴ പിടിച്ചെടുക്കാൻ കഴിയും? പെയ്യാത്ത ഒരു മഴ വലിച്ചെടുക്കാൻ കഴിയും? അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതേസമയത്ത് ഇസ്ലാമിലെ പരിഹാരമുള്ളൂ. ഒഴുകാതിരിക്കുന്ന നദി എങ്ങനെയാണ് ഒഴുക്കേണ്ടത്? മഹാനാകുന്ന അംർ ഇബ്നുൽ ആസ് തങ്ങൾ ചിന്തിച്ചത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ മഹാനാകുന്ന ഏറ്റവും വലിയ ഔലിയാക്കളിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതനാണോ ആ ആളെ മുമ്പിലേക്ക് ചെന്നു. ആരാണത്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. അതിനേക്കാൾ വലിയൊരു മഹാനില്ല. ആ മഹാനാണെങ്കിലോ ഒരു ഭക്ത നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല, ഒരു റവാത്തിബ് പോലും ഒഴിവാക്കിയിട്ടില്ല, അവിഹിതമായിട്ട് ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല. നിങ്ങളെ പോക്കറ്റിലെ കാശ് എങ്ങനെ എന്റെ പോക്കറ്റിലേക്ക് എത്തിക്കും എന്ന് ചിന്തിച്ചിട്ടില്ല. എന്റെ പോക്കറ്റിലുള്ളത് എങ്ങനെ നിങ്ങളെ പോക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്. ഒരിക്കൽ വീട്ടിൽ ചെന്നപ്പോ ഭാര്യ നല്ലൊരു കുപ്പായിട്ടുണ്ട്, നല്ലൊരു കുപ്പായം. എവിടുന്ന് എനിക്കൊരു കുപ്പായം കിട്ടിയെന്ന് ചോദിച്ചു. അത് ഞാൻ വാങ്ങിയതാണ്. വാങ്ങാൻ എവിടുന്ന് പൈസ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് ഓരോ ദിവസത്തേക്കും ഭക്ഷണത്തിന് വേണ്ടി നിശ്ചിത ഒരു ചെറിയ തുക നിങ്ങൾ തരാറുണ്ടല്ലോ, ഭർത്താവ് എന്നൽക്ക് നിർബന്ധമായി തരേണ്ടത് നിങ്ങൾ തരാറുണ്ടല്ലോ, ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തു വെക്കും. അങ്ങനെ സ്വരൂപിച്ച് ഒരു കുപ്പായം വാങ്ങാനായപ്പോൾ ഒരു കുപ്പായം വാങ്ങിയതാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ തീരുമാനിച്ചെന്തരോ, എന്നാ ഇനി മുതൽ ആ കുറച്ചുകൂടെ ഒഴിവാക്കിയിട്ട് ബാക്കി കൊടുത്താൽ മതി, എന്നാലുണ്ട് പെണ്ണുങ്ങൾ ജീവിക്കുമല്ലോ. ഭരണാധികാരി പൊതുസമ്പത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരല്ല, തന്റെ സമ്പത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുക. ഇന്നൊക്കെ ഔലിയാക്കളാണ് എന്ന് പറഞ്ഞു നടക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടത് പണമാണ് വേണ്ടത്. അതിനുവേണ്ടി നടക്കുന്നവർ, ഞാനൊരു സങ്കടം ചെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രശ്നത്തിനൊക്കെ പരിഹാരം 16 ഉറുപ്പിക കിട്ടിയാൽ മതി അല്ലേ? സംഖ്യ പറഞ്ഞിട്ട് പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക. ഔലിയാക്കളിൽ ഏറ്റവും ഉന്നതനാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. തങ്ങളെ മിസ്രിലെ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ആ പ്രയാസത്തിൽ നിന്ന് അവരെ ഒന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ നേതാവായതുകൊണ്ട് ഈ ആദർശത്തിൽ ചെയ്തു വരുന്ന ചില കർമ്മങ്ങളുണ്ട്. അതേ കർമ്മം തന്നെയാണ് നിർവഹിച്ചത്. ഒരു കടലാസ് എടുത്തിട്ട് അതിൽ ഏതാനും അക്ഷരങ്ങൾ എഴുതുകയാണ്. ഏതാനും അക്ഷരങ്ങൾ അതിൽ എഴുതി, എന്നിട്ട് ആ കടലാസ് ചുരുട്ടി ഇത് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടാ മതിയെന്ന്. പാണക്കാട് തങ്ങളൊക്കെ സാധാരണ നമ്മോട് പറയാറുള്ളത് പോലെ ഒരു കടലാസ് കഷ്ണത്തിൽ ഏതാനും വരികൾ എഴുതിയിട്ട് അത് ചുരുട്ടിയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിടാൻ. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ആ പറഞ്ഞതുപോലെ നിർവഹിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച ഏലസ്, ഐക്കല്ല്, നറുക്ക്, ആ കടലാസ് വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടതോടുകൂടി ആ വെള്ളം ഒഴുകാൻ തുടങ്ങി. അന്നത്തെ ആ ഐക്കല്ലിന്റെ ബർക്കത്ത് ഇന്നും മിസ്രിൽ പോയാൽ കാണാം. ഇപ്പോഴും ആ നെയിൽ നദി നിൽക്കുന്നില്ല, ഒഴുകാണ്. പരിഹാരം ഇല്ലാത്തത് ഏത് വിഷയത്തിലാണ്? സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് പരിഹാരമില്ലേ? നമുക്ക് ചെയ്യാനാകാത്തത് കൊണ്ടാണ്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പത്രം വായിച്ചിട്ട് മതിയാകുന്നില്ല. സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പത്രം വായിക്കും. ചിലപ്പോൾ നാസ്ത കഴിച്ചിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ പത്രം വായിക്കും. കടയിലൊക്കെ ആളുകളില്ലാത്ത തിരക്കില്ലാത്ത നേരം പേപ്പർ വായിച്ചിരിക്കും. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഉറക്ക് വരുന്നവരെ പിന്നെയും പേപ്പർ വായിക്കും. നമുക്കത് മതിയാകുന്നില്ല. അതേ സമയത്ത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ. ആ പരിശുദ്ധമായ സൂറത്ത് ഒരു ദിവസം ഒരു തവണയെങ്കിലും പാരായണം ചെയ്യാൻ തയ്യാറുണ്ടോ?
നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ആവശ്യമുള്ള സമയത്ത് അല്ലാഹ് തന്നുകൊണ്ടിരിക്കും. ഇത് പതിവാക്കിയ ഒരാൾക്കെങ്കിലും ചരിത്രത്തിൽ ദാരിദ്ര്യം വന്നതുണ്ടെങ്കിൽ നിങ്ങൾ പറ. ലോക ചരിത്രത്തിൽ ഒരാൾക്കെങ്കിലും ഇതാ വക്കഴത്തിൽ വാക്കിയ സൂറത്ത് എന്നും പതിവാക്കിയിട്ട് ദാരിദ്ര്യം ഉണ്ടായി എന്ന് പറയാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരും? ഇല്ല. ഇന്ന് കോടികൾ കയ്യിലുള്ള ആളുകൾ വരെ അവർക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടായിട്ട് പോലും മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. ഒരു ആവശ്യം നേടുമ്പോൾ പിന്നെയും നെട്ടോട്ടം ഓടുകയാണ് തിരിമറിക്ക് വേണ്ടി, ഇല്ലേ? പിന്നെയും ഒരു പൈസ അഡ്ജസ്റ്റ്മെന്റ് തിരിമറി നടത്താൻ വേണ്ടി ഒരു 10 ലക്ഷം കൊണ്ടാ 10 ലക്ഷം പല ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുക. അവരെ വിഷയം എപ്പോഴും തീരുന്നില്ല. കോടികൾ കയ്യിലുണ്ടായിട്ടും അവരെ സാമ്പത്തിക വിഷയങ്ങൾ പരിഹരിക്കുന്നില്ല. എന്നാൽ 1 രൂപയും കയ്യിലില്ലെങ്കിലും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് അള്ളാഹു തരുന്ന സംവിധാനം ദീനിലുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ പരിഹാരമായി റബ്ബ് തആല നിർദ്ദേശിച്ചതുണ്ട്, ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിച്ചതുണ്ട്. ഈ അംഗീകാരവുമായി മുന്നോട്ടു പോകാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ ആളുകൾക്ക് കഴിയേണ്ടതുണ്ട്. പക്ഷേ പേരിൽ മുസ്ലിമാണെന്ന് പറയുകയും ഇസ്ലാമിനെ വലിച്ചെറിയാൻ തയ്യാറാകുമ്പോഴാണ് നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ കഷ്ടപ്പെടുക. ഈ SYSന്റെ പ്രവർത്തനം, സമസ്തയുടെ പ്രവർത്തനം ദുനിയാവിന് വേണ്ടിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഡൽഹിയിൽ ഇപ്പൊ ഒരു ആം ആദ്മിയാണ് പാർട്ടി ഉണ്ട്. ഞാൻ അതിന്റെ ആൾക്കാർ ആരെങ്കിലും വിഷമിക്കണ്ട, ഒരു ഉദാഹരണം പറയാം. കുറെ കാലമായിട്ടൊന്നുമില്ല, വന്നപ്പോഴേക്ക് തന്നെ അവർക്ക് വേണ്ടത് അധികാരമാണ്. അധികാരത്തിലേക്ക് അവർ മത്സരിച്ചു, വിജയം കിട്ടി. അതൊക്കെ എത്ര ദിവസത്തേക്കാ എത്ര കാലത്തേക്കാണ് അവർ തന്നെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് 90 കൊല്ലമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കാണെങ്കിലും 90 കൊല്ലം കൊണ്ട് ഉണ്ടായിത്തീർന്ന ജനാംഗീകാരം എത്രയാണ്? ഓരോ പ്രദേശത്തും ആസ്ഥാനങ്ങൾ, മദ്രസകൾ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യ രാജ്യത്ത് സമസ്തക്കുള്ളതുപോലെ ആസ്ഥാനങ്ങൾ കാണൂല. എല്ലാ മഹല്ലത്തിൽ പോയി നോക്കിയാലും 300-400 കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ സൗകര്യമുള്ള വലിയ വലിയ കേന്ദ്രങ്ങൾ ഓരോ പ്രദേശത്തും. അത്ര വലിയ ജനാംഗീകാരമുള്ള ഈ ഒരു സഭ, ഈ ഒരു പ്രസ്ഥാനം നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കോ ബ്ലോക്കിലേക്കോ ഗ്രാമപഞ്ചായത്തിലേക്കോ ഒരു വാർഡിലേക്ക് പോലും ചരിത്രത്തിൽ മത്സരിക്കാൻ പോയിട്ടില്ല. ഇല്ല. ഇത്ര വലിയ അംഗീകാരമുണ്ടായിട്ട് എന്തേ ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാതിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി ഉണ്ടാക്കിയതല്ല ഇത്. അതിനുവേണ്ടി ഉണ്ടാക്കിയതല്ല. ഇവിടെ ഭരണം നടത്തുന്ന ആളുകൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഒരു റോഡുണ്ടാക്കി കൊടുക്കാം, ഒരുപക്ഷെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാം, ഒരുപക്ഷെ ലൈറ്റ് വൈദ്യുതി എത്തിച്ചു കൊടുക്കാം. ഇതൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയാം. അതേ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കല്ല് വെച്ച് മണ്ണിട്ട് മൂടിയാൽ അവിടേക്കാരാ വെളിച്ചം എത്തിച്ചു തരാം? ആരാണ് എത്തിച്ചു തരാം? അവിടെയാണ് സമസ്തയെ മനസ്സിലാക്കേണ്ടത്. ആ ഇരുളറയാകുന്ന ഖബറിൽ എനിക്ക് വെളിച്ചം കിട്ടുന്നത് ഇന്ന് വരെ ഇന്ത്യ ഭരിച്ച, കേരളം ഭരിച്ച ഒരു ഭരണാധികാരിയും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. തബാറക്ക സൂറത്ത് പതിവാക്ക്. ഖബറിൽ അത് വെളിച്ചമാണ്, അവിടെ രക്ഷയാണ്, അവിടെ ശിക്ഷ വരില്ല. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയം എന്റെ സ്വന്തക്കാർ, കുടുംബക്കാർ വരെ എന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കല്ല് വെച്ച് മണ്ണിട്ട് മൂടി അവരൊക്കെ പിരിഞ്ഞുപോയി. ഇനി എന്റെ അവസ്ഥ ആര് നോക്കും? എന്നാൽ അവിടെ എനിക്ക് വെളിച്ചം കിട്ടാനുള്ള വഴി പറഞ്ഞു തന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് സമസ്ത എന്നെ ശീലിപ്പിച്ചത്, സമസ്ത എന്നെ പഠിപ്പിച്ചത്, സമസ്ത എന്നെ പാകപ്പെടുത്തിയത്, അത് പ്രകാരം ഞാൻ ജീവിക്കുകയാണെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേഴുന്ന സമയമാണ്. അന്ന് വെള്ളം കൊടുക്കാൻ ഒരേ ഒരു കയ്യിന് മാത്രമാണ് അധികാരം. ഇന്നനാ നർജു ഇലാ കഅസി ഹൗളിക ലിൽ അത്വസ് യൗമ നസ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി.
അവിടെ വെള്ളം എനിക്ക് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ നിന്നുള്ള ആ ഹൗദിൽ നിന്ന് എനിക്ക് കുടിക്കണമെങ്കിൽ ഏതൊരു ആദർശത്തിന്റെ ഒപ്പം നിൽക്കണം? മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് പോലും ഒരു മങ്കൂസ് മൗലിദ് പോലും ഓതാനോ അത്തരം സദസ്സിൽ പോയി ഇരിക്കാനോ ഇന്നനാ നെർജു ഇലാ കഅസി ഹൗദിക, അങ്ങയുടെ ഹൗദിൽ നിന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് പറയാനോ തയ്യാറില്ലാത്ത ബിദ്അത്തിന്റെ ആളുകൾക്ക് എങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ വെള്ളം കൊടുക്കുക? മുസ്ലിമായി ജീവിച്ചത് കൊണ്ട് മാത്രമായില്ല, മുസ്ലിമാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഒരു മുസൽമാന്റെ സ്വഭാവം എനിക്ക് വേണമെന്ന് എന്നെ പഠിപ്പിച്ചത് സമസ്തയാണ്. ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് സംഘങ്ങളുണ്ട്, ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ആയത്തുകളും ഹദീസുകളും ഓതി ഇനിയുള്ള 10-30 ദിവസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പാവങ്ങളെ സഹായിക്കുന്നത്, ജനങ്ങൾക്ക് റിലീഫ് പ്രവർത്തനം നടത്തുന്നത്, ഇതിനൊക്കെ പറ്റിയ ആയത്തുകളും ഹദീസുകളും ഓതിയിട്ട് വിവിധ മതസംഘടനകൾ ജനങ്ങൾക്ക് റിലീഫ് കൊടുത്തുകൊണ്ടിരിക്കും. നല്ല പ്രവർത്തനമാണ്. പക്ഷെ അവർക്കൊന്നും കുടിക്കാൻ വെള്ളം കിട്ടൂല, നബി തങ്ങളെ ശഫാഅത്ത് കിട്ടൂല. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുത്തിട്ട് മോനെ ഇതിലൂടെ പ്രവേശിച്ചോ എന്ന് മുത്തുനബി ശഫാഅത്തിലൂടെ പറയൂല. കാരണം എന്താ? ബിദ്അത്തിൽ പെട്ടുപോയതിന്റെ പേരിൽ, പുത്തനാശയത്തിൽ പെട്ടുപോയതിന്റെ പേരിൽ. നാളെ മഹ്ശറയിൽ ചെന്ന് നിൽക്കുമ്പോ എല്ലാവർക്കും കാണാൻ കഴിയും മുസ്ലിമായി നടന്ന കുറെ ആളുകൾ തന്നെയാണ്. പക്ഷേ ബിദ്അത്തിന്റെ ആശയം തലയിൽ വന്നതിന്റെ പേരിൽ നബിത്തങ്ങൾ ഓതിയ ഖുതുബയുടെ ഭാഷ എനിക്ക് വേണ്ട, നബിത്തങ്ങൾ നൂലും വെള്ളവും മന്ത്രിച്ചെങ്കിൽ എനിക്കത് വേണ്ട, നബിത്തങ്ങൾ ആത്മീയത അംഗീകരിച്ചെങ്കിൽ എനിക്കത് വേണ്ട, നബിത്തങ്ങൾ ശഅബാൻ 15 ആദരവുണ്ടെന്ന് പറഞ്ഞെങ്കിൽ എനിക്കത് വേണ്ട, നബിത്തങ്ങൾ ഔലിയാക്കൾ ആദരിച്ചെങ്കിൽ അതെനിക്ക് വേണ്ട, മാലയും മൗലിദും ദിക്റും സ്വലാത്തും നബിത്തങ്ങളിൽ നിന്ന് കിട്ടിയതുപോലെ ഈ ഉമ്മത്ത് നിർവഹിക്കുമ്പോ അതൊക്കെ വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് നബി തങ്ങളോട് വന്ന് കേഴുമ്പോ മുത്തുനബിയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. ഒരാളെയും വെറുതെയാക്കൂല, എല്ലാവരെയും സംരക്ഷിക്കണം, രക്ഷപ്പെടുത്തണം എന്നൊരൊറ്റ ചിന്തയാണ് അവർക്കുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് തിരിയുമ്പോ അല്ലാഹ് പറയും സുഹ്ഖൻ സുഹ്ഖ, അവരിലേക്ക് തിരിയണ്ട, അവരിലേക്ക് നോക്കണ്ട, അവരെ പരിഗണിക്കണ്ട. ഖദ് ബദ്ദലു ദീനക ബഅദ വഫാതിക യാ റസൂലല്ലാഹ്, തങ്ങളെ നിങ്ങളുടെ വഫാത്തിന് ശേഷം നിങ്ങളെ ദീന് മാറ്റിമറിച്ചവരാണവർ. നിങ്ങൾ ഇന്നുവരെ ആയിഷ റളിയല്ലാഹു അൻഹയോട് എന്റെ പൊന്നു ആയിഷ ജുമുഅക്കൊന്ന് വരണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവരാണെങ്കിലോ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയവരാ, ദീന് മാറ്റിമറിച്ചവരാ എന്നു പറഞ്ഞിട്ട് ബിദ്അത്തിന്റെ ആളുകളെ ആട്ടി ഓടിക്കുന്ന രംഗം മസ്ജിദിൽ കാണാൻ കഴിയും. അതിൽ പെടാതെ എന്നെ സംരക്ഷിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് കേരളത്തിലെ പരലക്ഷം ആളുകൾക്ക് പറയാൻ കഴിയും. ഞാൻ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സേവനം, ഈ ആദർശത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഉമ്മത്തിനെ പരിചയപ്പെടുത്തുന്ന മുഴുവനും ആഖിറത്തിലേക്ക് വേണ്ടിയാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യമാണ് എല്ലാവരോടും ഉണർത്തുന്നത്, എന്നെ ഉപദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകൾക്ക് രക്ഷപ്പെടാൻ നല്ല നല്ല അവസരങ്ങൾ നൽകും. നമ്മളതിങ്ങനെ വായിച്ചു പോകും, പറഞ്ഞു പോകും, കേട്ടുപോകും, പക്ഷെ ഖൽബിലേക്ക് അത് കൊണ്ടുവരുന്നില്ല. എനിക്ക് രക്ഷപ്പെടാൻ എന്റെ റബ്ബ് നല്ല അവസരം തരണം. ഏതാണ് അവസരം? പരിശുദ്ധ റമദാൻ, ഏറ്റവും നല്ല അവസരം. നാട്ടു നടപ്പ് രീതിയിൽ നമ്മളെല്ലാവരും റമദാനായാൽ പകൽ സമയം നോമ്പനുഷ്ഠിക്കും, രാത്രി തറാവീഹ് നിസ്കരിക്കും. അതൊക്കെ ശരി, അതൊക്കെ ഒരു നാട്ടു നടപ്പ് രീതിയിൽ. പക്ഷേ ഇത് മാത്രമല്ലല്ലോ, ഒരു സെക്കൻഡിന്റെ വില എത്രയാണ്? റമദാൻ മാസം കണ്ടതിനു ശേഷമുള്ള അഥവാ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡുകൾക്കും എത്ര വിലയാണ്, അതിന്റെ മഹത്വം എത്രയാണ്. ആ മാസം എന്റെ ഉമ്മത്തിനുള്ള മാസമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. റജബ് ശഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹരി, ശഅബാൻ അത് എന്റെ മാസമാണ്. വറമളാനു ശഹ്റു ഉമ്മത്തി, അത് എന്റെ ഉമ്മത്തിനുള്ള സമയമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണ് എന്റെ ഉമ്മത്തിന് വേണ്ടത് അതൊക്കെ കൊടുക്കും. മുമ്പ് ആരോ വഴത് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, റമദാൻ മാസമായാൽ ശൈത്താനെ പിടിച്ച് ചെങ്ങൽക്കിടുന്നു. അല്ലേ? ആര് പറഞ്ഞു?
റമദാൻ മാസമായാൽ പിശാചിനെ കെട്ടിയിടും. അത് എന്റെ ഉമ്മത്തിന് നേരെ പിശാച് വരൂല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടവനാണെങ്കിൽ എന്നെ പിഴപ്പിക്കാൻ വരുന്ന ശൈത്താനുണ്ട്. ആ ശൈത്താന്റെ മേലെ 7 മലക്കുകളെ അള്ളാഹു നിയോഗിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പിന്നെ ആ മലക്കുകളുടെ കടിഞ്ഞാണിടയിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് എന്നെ പിഴപ്പിക്കാൻ പിശാചിന് വരാൻ കഴിയില്ല. എങ്ങനെയാണെങ്കിൽ ഞാൻ മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടവനാണെങ്കിൽ. നമ്മളിങ്ങനെ മാപ്പിളയാണ് മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ടും കാര്യമില്ല. മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണോ പിശാചിന്റെ കെണിയിൽ പെടൂല. അവനെ തൊട്ട് പിശാചിനെ അള്ളാഹു കെട്ടിയിടുമെന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മണിക്കൂറുകളാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. റമദാനിലേക്ക് പ്രവേശിക്കാൻ ഒന്ന് മനസ്സുകൊണ്ട് ഒരുങ്ങുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മാസം എനിക്ക് അനുകൂലമാക്കി തരണമെന്നത് ഞാൻ ഇവിടെ വെച്ചത് ചിന്തിക്കുക. ഒരു തെറ്റ് പോലും ഈ റമദാൻ ആയി കഴിഞ്ഞാൽ നാവിലൂടെ അള്ളാഹ് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും വന്നു പോകരുത്. ഇപ്പോഴും തീരുമാനിക്കുക നമ്മൾ. ഒരു വാക്ക് പോലും അള്ളാഹ് ഇഷ്ടമില്ലാത്ത വരരുത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെടാത്തതിലേക്ക് ഈ കണ്ണുകൊണ്ട് നോക്കരുത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കേൾക്കരുത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചിന്തിക്കരുത്. ഈ മാസത്തെ അതിനുവേണ്ടി മാറ്റിവെക്കുക. വളരെ വിശാലമായി പറയേണ്ടതാണ്. ഞാൻ ആദരിക്കുന്ന ഉസ്താദുമാർ തന്നെയാണ് ഈ ഇരിക്കുന്ന പല ആളുകളും. അവരെയൊന്നും ഞാനല്ലല്ലോ ഉപദേശിക്കേണ്ടത്. ഈ സദസ്സിലെ ഒരാളെയും ഉപദേശിക്കാനുള്ള യോഗ്യത പാവപ്പെട്ട എനിക്കില്ല. ഞാൻ എന്നെയാണ് ഉപദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിന്റെ അവസാനത്തെ ദിവസം ബഹുമാനപ്പെട്ട സ്വഹാബത്തിനോടൊരു പ്രസംഗം നടത്തി. വലിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, വഹുവ ശഹ്റു സ്വബ്ർ, ഇത് ക്ഷമയുടെ മാസമാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ വല്ല രോഗം വരുമ്പോൾ, ഇടങ്ങേറ് പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കലാണ് എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയത്. സ്വബ്റിനെ 3 രൂപത്തിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദോഷങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. മറ്റൊന്ന്, ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ ക്ഷമ വേണം. മറ്റൊന്ന്, പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം. 3 സ്വബ്റുണ്ട്. ഒരു ഹറാം